ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡായിട്ടൊക്കെ എന്താ എല്ലാവരും പരിപാടി? അപ്പോൾ ഞങ്ങൾ ഇന്നലെ ശനിയാഴ്ച, സാധാരണ ശനിയാഴ്ച ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ എങ്ങും പോയില്ല. വീട് പണി നടക്കുന്നതുകൊണ്ട് ശനിയാഴ്ച ഉണ്ടായതുകൊണ്ട് അതിൽ കുറച്ച് ബിസിയായിരുന്നു. അതുകൊണ്ട് ശനിയാഴ്ച എങ്ങും പോയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിരുന്നിട്ട് എന്നാൽ പിന്നെ നമ്മൾക്ക് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ എബ്രഹാം ഓസ്ലർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളിപ്പം സിനിമയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റിച്ചുവിനെ കൊണ്ടുപോകുന്നുണ്ട്. അവൻ നല്ല ഉറക്കമായി കാറിൽ കയറിയപ്പോൾ തന്നെ. അപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് നമ്മുടെ സെൻട്രൽ സ്ക്വയർ മോളിലുള്ള സിനിപോളിസിലാണ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. 5:05 സിനിമ. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 5 മണിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവിടെ പാർക്കിംഗ് ഫുള്ളെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവരത് മാറ്റിയിട്ട് നമ്മുടെ വണ്ടി കയറ്റി വിട്ടു. പിന്നെ നമ്മൾ വാലറ്റ് പാർക്കിങ്ങിനാണ് വണ്ടി കൊടുത്തത്. അങ്ങനെ അതിൻ്റെ എല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളിലോട്ട് കയറി. ഞാനിവിടെ സെൻട്രൽ സ്ക്വയർ മോളിൽ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അപ്പം അതിന് ഓപ്പോസിറ്റുള്ള ജയലക്ഷ്മി കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി 5 മണി കഴിഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. തിയേറ്റർ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും മുകളിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ മേളിലോട്ട് പോവുകയാണ്. റിച്ചു ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷീണത്തിലും അവൻ ആ ടോയ് ഷോപ്പും അതുപോലെ എല്ലാം അവൻ കണ്ടുപിടിച്ചു. അപ്പോൾ അവൻ അങ്ങോട്ട് കയറണം എന്നും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുവാണ്. സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് ഇവിടെ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കുറേ എന്തോ സോഫ്റ്റ് ടോയ്സിൻ്റെയൊക്കെ കുറേ സെഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ കാറിൻ്റെയും അങ്ങനെ പല ഓരോരുത്തർ കുറേ കണ്ടു. അപ്പോൾ ഓരോരുത്തർക്ക് കാണുമ്പോൾ എന്താ നമുക്ക് അവിടെ കയറാൻ ടോയ് വേണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് പോകുന്നത് ഡ്രസ്സിൻ്റെ ഓഫേഴ്സ് കുറേ സ്ഥലത്ത് ഇതുപോലെ 50% അതുപോലെ സെയിൽ നടക്കുന്നതിൻ്റെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊച്ചിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സ്പീഡിൽ നമ്മൾ സിനിപോളിസ് എവിടെയാണെന്ന് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കടയിലുള്ള ആളോട് തിയേറ്റർ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ KFCയുടെ റൈറ്റ് സൈഡിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വേഗം KFCയുടെ സൈഡിൽ നോക്കി പോവാണ്. അങ്ങനെ ഒരു എസ്കലേറ്ററും കൂടെ കയറിയിട്ട് അവസാനം നമ്മൾ സിനിപോളിസ് എത്തി. അപ്പോഴത്തേക്കും തന്നെ 5 മണി കഴിഞ്ഞായിരുന്നു. എങ്ങനെയും ഓടിപ്പിടിച്ച് തിയേറ്ററിൽ കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിച്ചുവിന് മനസ്സിലായി തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഇനി ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അവൻ ടോയ്സിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി. അപ്പം പിന്നെ ടോയ് വാങ്ങിക്കാതെ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ അവൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം ചാച്ചൻ പറഞ്ഞു എന്തേലും ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ആ സമയത്ത് ടോയ് വാങ്ങിക്കാൻ പോയി. തന്നെ വിചാരിച്ചു സിനിമയുടെ ആദ്യത്തെ പോർഷൻ എന്തായാലും കാണാൻ പറ്റില്ല. ഇനിയിപ്പം പോയി ടോയ് വാങ്ങിച്ച് അത് എന്തേലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിന്നെ അത് ബില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ടോയ് വാങ്ങിക്കാൻ പോയില്ല. തിയേറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇതുപോലെ കുറേ സോഫയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്തും അങ്ങനെ ആൾക്കാർ ഓടി കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ 5:13 കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയത്. അപ്പോഴത്തേക്ക് അവർ വന്നു. അവൻ ഹാപ്പിയായി. അവനൊരു ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും അവനത് ടോയ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറി. എന്തായാലും ഭാഗ്യത്തിന് 5:15 കയറിയെങ്കിലും സിനിമ തുടങ്ങിയത് 5:15 ആയപ്പോഴത്തേക്കിനായിരുന്നു. നമ്മൾ കയറിയ ടൈമിൽ മറ്റേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതിൻ്റെ പരസ്യം നടക്കുമായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്. കാരണം ഒരു സിനിമയുടെയൊക്കെ ആദ്യത്തെ ഒരു പോർഷൻ പോവുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണല്ലോ. അങ്ങനെ തിയേറ്ററിൽ കയറി. പിന്നെ സീറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഇതായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ടൈമിൽ വൈകിട്ടാണല്ലോ നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഫ്രണ്ടിലുള്ള സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. പിന്നെ ഇനിയിപ്പം അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുമ്പോഴത്തേക്ക് സിനിമയുടെ സസ്പെൻസ് എല്ലാം പുറത്തു വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രണ്ടിലായാലും വേണ്ടിയില്ല, എന്തായാലും ബുക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫ്രണ്ടിലാണിപ്പോൾ സീറ്റ്. പിന്നെ റിച്ചുവിന് ആ സീറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവനിങ്ങനെ ഇരുന്നിട്ട് കംഫർട്ടബിൾ ആവുന്നില്ലെന്നും പറഞ്ഞിട്ട് ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സെറ്റായി. അങ്ങനെ സിനിമ തുടങ്ങി. അപ്പം ക്രൈം സീനൊക്കെ വന്നപ്പോഴത്തേക്കിനും റിച്ചുവിന് ഞാൻ പിന്നെ ഒരു ഗെയിമൊക്കെ ഇട്ട് കൊടുത്തു. മറ്റേ ടിക് ടാക് ടോയുടെ ഗെയിം ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് നേരം അവൻ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ സ്കൂളിൻ്റെ പടം വരയ്ക്കുന്നതും അങ്ങനെയൊക്കെ ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അവൻ അവിടെ പടമൊക്കെ വരച്ച് അവിടെ കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു എന്നാൽ വാ പോകാമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ പോകണം എന്നും പറഞ്ഞ് തുടങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിയുമ്പം അവരൊരു കാർഡ് തരും, അതും കൊണ്ട് പോയാൽ നമുക്ക് അവിടെ ഒരു ബ്ലിപ്പിവില്ലെ പോലത്തെ ഒരു സ്ഥലമുണ്ട്, ഇത് കഴിയുന്നത് വരെ കാത്തിരുന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സമാധാനിപ്പിച്ചിരുത്തിയേക്കുകയാണ്. പിന്നെ ഞാൻ ആ ബിൽഡിംഗ് ബ്ലോക്കൊക്കെ പൊട്ടിച്ചു കൊടുത്തു ഇൻ്റർവെൽ ടൈം ആയപ്പോഴത്തേക്കിനും. അപ്പോൾ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എന്തായാലും ഫിലിം കഴിഞ്ഞു, ഞങ്ങൾ പുറത്തു വന്നു. അടിപൊളി സിനിമയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
അതിൽ മമ്മൂക്കയുടെ ഇൻട്രോ സീനിൽ എൻ്റെ അമ്മ തിയേറ്റർ ഭയങ്കര കയ്യടിയും ഭയങ്കര വിസിലടിയും ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പം റിച്ചു അതിനനുസരിച്ച് ഭയങ്കര കയ്യടിയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. ആ സമയത്ത് അവൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഞാൻ ശരിക്കും ഓർക്കുമായിരുന്നു, മമ്മൂക്ക ഉണ്ടെന്ന് അറിയാതെ ആ സീൻ കണ്ടാൽ നല്ല കുറച്ചുകൂടെ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുമല്ലോ. ശരിക്കും സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഫുൾ ഫേസ്ബുക്ക് എടുത്താലും ഫുൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ആയിരിക്കും, ഇതുപോലെ മമ്മൂക്കയുടെ എൻട്രി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസ്റ്റ് കാണുമ്പോൾ തന്നെ സിനിമയുടെ കുറേ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ FM-നകത്ത് ജയറാമിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചാനൽ മാറ്റിയേക്കാൻ, കാരണം ഇനി അതിനകത്തുനിന്ന് എന്താണ് എങ്ങനത്തെയാണെന്നൊന്നും അറിയാതെ തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ചാനൽ തന്നെ മാറ്റി. മമ്മൂക്ക ഉണ്ടെന്ന് ഞാൻ ഇതുപോലെ പോസ്റ്റിൽ കണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അടിപൊളി സിനിമയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ ഒരു ഇമോഷണൽ ഡ്രാമ അടിപൊളിയായിരുന്നു. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞു. നമ്മൾ പുറത്ത് വന്നിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ റിച്ചു കയറിയ വഴിക്ക് കുറേ കടകളും സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. താഴെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറാനൊക്കെ പറ്റുന്ന ഒരു ട്രീ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അതിനിടയ്ക്ക് അവൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അത് നോക്കിയായിരുന്നു. പക്ഷേ അതിനു മുമ്പേ അവൻ പറഞ്ഞു, അമ്മേ നമുക്ക് താഴെ പോകുമ്പോൾ അതിനകത്ത് കയറണം, പിന്നെ വേറെ എന്താണ്ട് ടോയ് ഷോപ്പ് ഉണ്ട്, പിന്നെ ഈ കാറിലൊക്കെ കയറിയിട്ട് ഓടിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്, നമുക്ക് അവിടെയൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ അവിടെ ഒന്നും കയറിയില്ല, കാരണം 8 മണിയൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് ആ ക്രിസ്മസ് ട്രീയിലൊക്കെ കയറി കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, 2 പേര് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ കയറി ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സാട്ടോ ഞാനിപ്പം കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ സ്റ്റുഡിയോയിൽ ഷോപ്പ് ചെയ്യാൻ പോയ എൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്ത് ഡ്രസ്സ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് വാങ്ങിച്ചത്. ഇതിന് ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. റിച്ചുവിൻ്റെ ഡ്രസ്സിന് 2-3 ഡ്രസ്സാണ് ഓഫറിന് വാങ്ങിച്ചത്. നമ്മൾ ഓഫർ നോക്കി കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നത് അല്ലാത്തതാണല്ലോ, അതൊക്കെ തന്നെ ആണല്ലോ അവരുടെയൊക്കെ മാർക്കറ്റിംഗ് ട്രിക്സ്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ വാലറ്റ് പാർക്കിംഗ് ആയിരുന്നല്ലോ, അപ്പോൾ അവർ നമുക്കൊരു ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരം അതിനകത്തോട്ട് വിളിച്ചാൽ മതി, കാർ അവരിവിടെ എക്സിറ്റിൻ്റെ അവിടെ കൊണ്ടുതരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അവരെ ഫോൺ വിളിച്ചിട്ട് അതെല്ലാം കൊണ്ടുവരാൻ പറയുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പണ്ട് ഗ്രാൻഡ് മോളിൽ പോയപ്പം ഇതുപോലെ അവിടെയും ഐ ലവ് കൊച്ചി അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിരിക്കണം ഇത് കണ്ടപ്പോഴേ അവൻ നേരെ അങ്ങോട്ട് വാ അവിടെ പോയി ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് നേരെ വന്ന് ഫോട്ടോ എടുത്തത്. അങ്ങനെ ഫോട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇനിയിപ്പം തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സിനിമ കൊള്ളാമോ ഇല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് വാങ്ങിച്ച ബിൽഡിംഗ് ബ്ലോക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സ്റ്റാച്യു ഗെയിമൊക്കെ കളിച്ചു. അതായത് അവൻ എന്നോട് സ്റ്റാച്യു പറയുമ്പോൾ ഞാൻ അനങ്ങാതെ ഫ്രീസായിട്ട് നിൽക്കണം. പിന്നെ അവന് എന്താ അവിടെ അതുണ്ട് ഇതുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തോറ്റു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ അമ്മ അവിടെ ഡ്രസ്സ് കടയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ തോപ്പിച്ച് അങ്ങനത്തെ ഒക്കെ കുറേ കളി കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലും കയറിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.